അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റും. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് അല്ല, ഞാൻ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ്. ഇത് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇന്ത്യൻ സ്വഭാവം, അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുഖങ്ങൾ വേണമെന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് സേറ്റിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ 100% വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ അതിലേക്ക് വന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹി വിൽ ടേൺ ഔട്ട് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി. അത്രയും കാലിബറുള്ള ഒരു ആക്ടറാണ്. ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. പിന്നെ സൊനാലി വന്നിരിക്കുന്നു. സൊനാലി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മൾ അതുപോലുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് എലമെന്റ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മനോജ് ചിന്നപ്പേന അവതരിപ്പിക്കുന്ന, അയ്യനാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഹരീഷ് പേരടി ചേട്ടൻ എന്തൊരു മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയരുത്. ഇതിന് പുറകില് പോയിരിക്കുന്ന ഇപ്പൊ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക്, എത്ര മാസീവ് എഫേർട്ടാണെന്ന് വിചാരിക്കുന്നത്. ഓരോന്നും സൗണ്ടിനും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പ്രത്യേകം എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, പ്രശാന്തിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് കൂടി, ഒന്ന് ശ്രീറാഗും രാകേഷ്. Prashant is here. Come. You speak about the music. Discussions for music and whatnot started almost 1.5 years back. The amount of detailing that Lijo has for the sound of the cinema, the music of the cinema, is what makes working with Lijo fun. അപ്പോൾ ഇതില് സ്കോറിന്റെ ഡിസൈനും സൗണ്ടിന്റെ ഡിസൈനും, the way it is treated, the way the space has been given for all these characters, for the setting, for the background elements. Even you have seen some shots where just Moon is there on the screen for quite some time, and the reason for all that, where it didn't have music or where it has music, is that he is trying to set the tone of the film without, someone asked, spoon feeding indo idla. So the idea being that you have to enjoy the cinema as a completely unbiased, fresh audience or a fresh mind. You have to watch it. Idinte sound design and music design. When I'm saying sound design, it's more about the music. So music also, we took almost around 8-9 months to arrive at what is the sound that will define this cinema. In fact, film mixing in almost 30 days മുന്നേയാണ് നമ്മൾ ഒരു സൗണ്ട് ഡിഫൈൻ ചെയ്തത് ഫിലിമിന്. ഇത് അത്രയും കാലം നമ്മൾ we were experimenting a lot of sounds. There's a lot of music recorded all over India. We also had some musicians from Bali, from Colorado. I was in Canada at this time. So a lot of refining has been done. When you see people reacting to other people's negative opinion and just shunning away the film, it feels sad. And I think so, thanks to Lijo for putting this press meet for you all to just share his mind and tell why it's important to watch a cinema with open mind. Thank you. ലിജോ ചേട്ടാ, ഇതിലെ എല്ലാവരും പറയുന്നത്, ഇപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴും ഇപ്പം എനിക്ക് കണ്ടപ്പോഴും തോന്നി മേക്കിംഗ് അടിപൊളിയാണ്, ഇതിലെ കോസ്റ്റ്യൂംസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഒരു ശക്തമായിട്ടുള്ളൊരു തിരക്കഥയുടെ ഒരു അഭാവം ഈ സിനിമയിലുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ് ഷോട്ട് ആയാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോൾ അതിൽ എന്താണ് പറയുക, ഈ തിരക്കഥയെക്കുറിച്ചും സാർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നില്ല? അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മൾ
നമ്മൾ വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിൻ്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാൾ ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെയുണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മൾ ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിലിന്. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമ വേൾഡ് ബിൽഡിംഗ്, ആദ്യത്തെ 20-25 മിനിറ്റിലെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലൈക്കോട്ടെ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എൻ്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാൾ. പക്ഷേ അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്നു നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനെയല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്. അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റും. ഈ ചേട്ടാ ഇപ്പോഴും ഇതിനകത്ത് കമന്റുകളുണ്ട്, ലൈവ് പോകുമ്പോൾ കമന്റുകൾ ശരിക്കും ലാലേട്ടനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമന്റുകളാണ്. ഞാൻ അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് അല്ല, ഞാൻ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാൾ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരെ നിൽക്കണം ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതിൽ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ, അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലി മെന്റലി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് കാണാതെ പോരുന്ന ആൾക്കാര് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുക മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനകത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിഷ്യലി ഒരു രീതിയിലൊരു സ്പ്രെഡായി തുടങ്ങി, നെഗറ്റീവ് ഒരു രീതി സ്പ്രെഡായി തുടങ്ങി. പക്ഷെ ഇതിനെ വൈകുന്നേരം സിനിമകൾ ഇപ്പോൾ നമ്മൾ ഓരോ സിനിമയ്ക്ക് കണ്ടിറങ്ങുന്ന പലരുടെ ഒപ്പീനിയൻസ് മീഡിയാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് പലർക്കും പടം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പറയാൻ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് സിനിമ ഇഷ്ടപ്പെടും എന്ന് ഒരു എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ബഹളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ എടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻട്രി ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് when you watch it like that. ഇതിനകത്ത് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ഭയങ്കര രസമായിട്ടാണ് തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. കാരണം ലാസ്റ്റ് വരുന്ന സോങ്ങിലൊക്കെ ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ കൂടെ നമുക്ക് പല രീതിയിലായിരിക്കാം.
അതുപോലെ തന്നെ ഒരു കൗബോയ് ടച്ച് കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ഫോക്ക് കലർത്തിയ പോലെയാണ് മ്യൂസിക് അനുഭവപ്പെട്ടത്. അത് ഇന്റൻഷനലി ആഡ് ചെയ്താണോ, എത്രമാത്രം അതിന് എഫോർട്ട് ഉണ്ടാവും? ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഏതൊരു എലമെന്റും, അത് സോങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സോങ്ങിന് പഴയ കാനന്റെ ചായ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ഒരു പഴയ പാട്ട് കേൾക്കുന്ന സുഖം കിട്ടണം ആ പാട്ട് കേൾക്കുമ്പോൾ. ഇപ്പോൾ സൊനാലി ഡാൻസ് ചെയ്യുന്ന മൈൽ സോങ്, അത് ഒരു മറാഠി ലാവ്നി സ്റ്റൈൽ ഡാൻസിന്റെ സ്വഭാവം ഉണ്ടാക്കണം. കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന്. ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇപ്പോൾ കഥയെ പോലൊരു ആക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ നമ്മുടെ ഒരു എൻറ്റയർ ഇന്ത്യൻ ടെറൈനായിട്ട് തോന്നണം. ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റിലെ സിനിമകളുടെ സ്വഭാവം, ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെയും കുറെ ഫ്യൂ ഡോളേഴ്സ് മോറിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ തന്നെ പഴയ സിനിമകൾ, നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും ഷാനിന്റെയും അത്തരത്തിലുള്ള വലിയ സിനിമ നമ്മുടെ ഇവിടെ തന്നെ ന്യൂഡൽഹി ഉള്ള ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മെഹബൂബ പോലൊരു സോങ്ങിന്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലൊരു സിനിമയെ, അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ റാക്ക് പോലൊരു സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ള ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ള ഒരു സോങ്ങാണത്. ലോട്ട് ഓഫ് ടാപ്സ് ഇൻവോൾവ്,